ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത വർക്കിന് വന്നിരിക്കുന്നത് ഒരു വോക്സ്വാഗൻ പോളോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലത്താണ് ആക്ച്വലി. കസ്റ്റമർ കോഴിക്കോട് നിന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് നമുക്ക് ഇന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ചധികം വർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. പുള്ളി സെക്കൻഡ് എടുത്ത വണ്ടിയാണ്. അപ്പം പുള്ളിക്ക് നല്ല അടിപൊളിയാക്കി ഇറക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് GTA കിറ്റാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ നമ്മൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇതിനെ R-Line കിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയിൽ ഫ്രണ്ടിൽ R-Line കിറ്റ് വെക്കുന്നുണ്ട്, സൈഡിൽ സ്കേർട്ടും ബാക്കിൽ GTI ബമ്പറും സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിതെല്ലാം പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഹുഡ് ഇത്തിരി അധികം പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഹുഡ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഡോറ് കണ്ടോ, ഈ ഡോറിൽ ഇത്തിരി അധികം ഡെൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഡോറ് നമ്മൾ ഡെൻറ്റെല്ലാം റിമൂവ് ചെയ്ത് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ഒരു ലൈൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് പോളിഷ് ഔട്ട് ചെയ്ത് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതും പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കും. ദെൻ നമ്മൾ ഇതാണ്ട് ഈ ഡിക്കിയുടെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഡിക്കിയിലും ചെറിയൊരു പെയിൻറ്റിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഡിക്കി പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ ഇവിടുത്തെ ഈ ഒരു ഫെൻഡറിൽ ചെറിയൊരു ഡെൻറ്റിങ് ഉണ്ട്. അപ്പം ഈ ഫെൻഡറും നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, പക്ഷേ പുള്ളിയെടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് പെയിൻറ്റ് ചെയ്യട്ടെന്ന് ചോദിച്ചാൽ പുള്ളി പെയിൻറ്റ് ചെയ്തുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മളൊരു കോംപ്ലിമെൻ്ററി സെറാമിക് പാക്കേജ് ഈ വണ്ടിയിൽ വരുന്നുണ്ട്. മിറേഴ്സും ബ്ലാക്ക് അടിക്കുന്നുണ്ട്. ഇത് ഇത്തിരി ഡള്ളായിട്ടുണ്ട്. ഇത് എവിടുന്നോ പെയിൻറ്റ് ചെയ്തതാണ്, ഇത്തിരി ഡള്ളാണ്. സോ നമ്മൾ മിറേഴ്സും പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കറൻ്റ്ലി ഈ വണ്ടിയുടെ വർക്ക് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ പോളോയുടെ വർക്ക് ഫുള്ള് നമ്മൾ തീർത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഞാൻ വണ്ടി കാണിച്ചു തരാം. ഇത് കണ്ടോ, അപ്പോൾ വണ്ടി നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഫുള്ള് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് വന്നേക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഇതിനകത്ത് R-Line കിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ബോഡി കളർ പെയിൻറ്റിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളന്ന് ഒരുപാട് പാനൽസിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളങ്ങനെ പാനൽസ് ആയിട്ട് ചെയ്യാതെ നമ്മൾ ആകെ ഇതിനകത്ത് വരുന്നത് എക്സ്ട്രാ വരുന്നത് ഒരു 4 പാനൽ എങ്ങാണ്ട് എക്സ്ട്രാ വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വണ്ടി ഫുള്ളായിട്ട് തന്നെ അങ്ങ് പെയിൻറ്റ് ചെയ്തു. വണ്ടി ഫുൾ പെയിൻറ്റ് ചെയ്തേക്കാണ്. ഈ ബ്ലാക്ക് മിറേഴ്സൊക്കെ പെയിൻറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഡീറ്റെയിലിംഗ് വർക്ക്സും കോംപ്ലിമെൻ്ററി സെറാമിക് കോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് വണ്ടി കിടക്കുക. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു കംപ്ലീറ്റ് ലുക്ക് വരുന്നത്. നമ്മൾ ഫ്രണ്ടിൽ R-Line കിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ് ആണ് ഇട്ടേക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കാണിച്ചു തരാം. സോ ഇതിപ്പോൾ പാർക്ക് ലൈറ്റ് ഇട്ടേക്കാണ്. ഇത് ഡിമ്മ്, ഇതാണ് ബ്രൈറ്റ്. ഓക്കെ, അപ്പോൾ പോളോയ്ക്ക് നമുക്ക് ആക്ച്വലി നമ്മുടെ കയ്യിൽ ഓൾമോസ്റ്റ് ഒരു 3-4 മോഡൽ ഹെഡ്ലൈറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിപ്പം അതിനകത്തൊരു ഇത്തിരി കൂടെ ഒരു പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ഇവിടെ സൈഡ് സ്കേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ഒരു സൈഡ് സ്കേർട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബാക്കിൽ GTIയുടെ ബമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അക്രപോയിക്കിൻ്റെ ഒരു ഡ്യുവൽ പൈപ്പ് സൈലൻസറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ഇത്രയാണ് ഈ വണ്ടിക്കകത്ത് മാക്സിമം നമ്മൾ ചെയ്തേക്കുന്ന വർക്ക്. ഒരു ക്ലീൻ ഫിനിഷിലാണ് ചെയ്തേക്കുന്നത്. ഒരു OEM ലുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ ഇതിനി കസ്റ്റമറിന് നാളെ രാവിലെ കൊണ്ട് ഡെലിവറി ചെയ്യണം. പുള്ളി കൊച്ചിയിൽ കൊണ്ട് കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പം പുള്ളി കൊച്ചിയിൽ വരും. അപ്പോൾ ഈ പുള്ളിയുടെ വീട് കോഴിക്കോടാണ്. അപ്പോൾ കൊച്ചിയിൽ വരും, ഞാൻ കൊച്ചിയിൽ കൊണ്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു കംപ്ലീറ്റ് ലുക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എന്ത് കസ്റ്റമൈസേഷൻ, പെയിൻറ്റിങ്, ഡീറ്റെയിലിംഗ്, PPF അങ്ങനെയുള്ള എന്ത് വർക്ക്സ് ബൈക്കിനായാലും കാറിനായാലും നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്തുണ്ടെങ്കിലും DM ചെയ്യുക.